ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സമ്പൂർണ്ണ ആധിപത്യം നേടിയിട്ടും മമതാ ബാനർജി വിട്ടുകൊടുക്കുന്നില്ല. അവർ തെരുവിൽ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരമുള്ള മമതയേക്കാൾ ഭയങ്കരമാണോ യഥാർത്ഥത്തിൽ അധികാരമില്ലാത്ത മമത? അത് ഉറപ്പല്ലേ? അത് ഉറപ്പാണ്. അധികാരമുള്ളപ്പോൾ പല പ്രശ്നങ്ങളും നാട്ടിലുണ്ടാവും. അതിനൊക്കെ അധികാരി ഉത്തരം പറയേണ്ടി വരും. പക്ഷെ അധികാരമില്ലാതായ മമത ഇവരെക്കാളൊക്കെ അപകടകരാണെന്ന് CPM നല്ല ബുദ്ധിയുണ്ട്. CPM ഭരണകാലത്ത് ഒരു അധികാരവും ഇല്ലാതെ ബുദ്ധദേവ് ഭട്ടാചാര്യയോട് നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് CPM പോലെ ഉരുക്കുപോലെ ഉറച്ചൊരു സംഘടനയുണ്ട്. BJPക്ക് പോലും CPM പോലെ ഒരു സംഘടന ഉണ്ടാവില്ല. ആൾക്കൂട്ടം ഉണ്ടാവും, വർഗീയത ഉണ്ടാവും. പക്ഷെ മമത ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നാൽ അത് വലിയ തോതിൽ BJPക്ക് ദോഷമാണ്, BJPക്ക് ഭീഷണിയാണ്. അത് എത്രത്തോളം വോട്ടായി മാറും, എത്രത്തോളം വരും എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഒരു BJPയുടെ ഒരു ആധിപത്യമായിരുന്നു. BJP തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് മമതയുടെ വാദം, മമതയുടെ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത് BJP യഥാർത്ഥ ജനവികാരം കൊണ്ടല്ല ജയിച്ചതെന്നാണ്. മമത പോലും പരാജയപ്പെട്ടു. അതാ പറഞ്ഞേ, യഥാർത്ഥ ജനവികാരമല്ല, അതിൽ പലതരം തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. SIR മുതൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. 90 ലക്ഷം വോട്ടർമാരാണ് 6 കോടി വോട്ടർമാരിൽ നിന്ന് ഇല്ലാതാവും. അത് ആരില്ലാതായി എന്നുള്ളതല്ല ചോദ്യം. വോട്ട് ഇല്ലാതാവും. എന്തായിരിക്കും അതിന് സംഭവിക്കുന്ന കാര്യം? മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, എപ്പോഴാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തത്? വോട്ട് ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പ്. അന്നല്ലല്ലോ വേണ്ടത്. കാരണം അത്രമാത്രം കുടിയേറ്റ ഉണ്ടെന്നാണ് അവർ അതാണ് യഥാർത്ഥത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാം. കാരണം അങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തു. കേരളത്തിലൊക്കെ അങ്ങനെയല്ലേ ഇത്? വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ബാക്കി ഇനി 1 or 2 വിട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം വരെ ചേർക്കാം. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. നോമിനേഷൻ പിൻവലിച്ചു, തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ആയിട്ടില്ല. അപ്പൊ അതിൽ 2-3 ചോദ്യങ്ങളുണ്ട്. ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാം. എന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരുന്നില്ല, എനിക്ക് ഇലക്ഷൻ മത്സരിക്കണം. വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ലാതെ നമുക്ക് ഇവിടെ തന്നെ 2020 ചില കാൻഡിഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവസാനം ലിസ്റ്റിൽ പേരില്ല. യഥാർത്ഥത്തിൽ എന്റെ പേരിൽ ലിസ്റ്റ് വരികയാണ്. അതും പുതിയ ലിസ്റ്റിലൊന്നുമല്ല, വരികയാണ്. വരുമ്പോ എന്താ സംഭവിക്കുക? എനിക്ക് എന്റെ ചാൻസ് പോയില്ലേ? ആരെങ്കിലും കോടതി പോയാൽ അതുപോലും ചിലപ്പോൾ ഒരു വിഷയമാവും. അവസാനം വോട്ട് കിട്ടിയ ഒരാൾ, അതിന് മുമ്പ് അയാൾക്ക് കഴിഞ്ഞ ഇലക്ഷന് വോട്ടുണ്ടായിരുന്നു, ഈ ഇലക്ഷന് വോട്ടില്ല. പിന്നെ അവസാനം SIR കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് വോട്ട് ചേർക്കുന്നു. അത് വന്നാൽ എന്താ സംഭവിക്കുക? അയാളുടെ റൈറ്റാണ് പോയത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ നടത്തും? ഒരു വോട്ടർക്ക് ഇപ്പൊ നമ്മുടെ സ്ലിപ്പ് കൊണ്ട് കൊടുക്കണം. വോട്ടറിലെ സ്ലിപ്പ് കൊടുക്കാൻ പറ്റും? വോട്ടർ ആരാന്നറിയില്ല. വോട്ട് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് തലേദിവസമൊക്കെ വന്നിട്ട് നിങ്ങളാണ് വോട്ടർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്ത് ചെയ്യണം? ഇങ്ങനൊരു സാഹചര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് ടാർഗറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്ന് തന്നെയാണ് മമത പറയുന്നത്. കാരണം SIR മണി നേരത്തെ തുടങ്ങായിരുന്നല്ലോ. ഇപ്പൊ ഈ ഇലക്ഷനിലൂടെ അതിലും അവർ വിജയിച്ചു, BJP വിജയിച്ചു. അല്ല, വിജയിക്കുന്നത് വേറെ കാര്യം. നിങ്ങൾക്ക് SIR നടപ്പാക്കി, ഇത്രമാത്രം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു, ക്രമാതീതമായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് അത് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇതെല്ലാം നടത്തി. അല്ല, വിജയിച്ചു എന്ന് പറയുന്നത് നിങ്ങള് കുതന്ത്രത്തിൽ വിജയിച്ചു എന്ന് പറയുന്ന പോലെ. ജനാധിപത്യത്തിന് ഒരു ക്രമമുണ്ട്. അതാണ് ജനാധിപത്യം. ഇപ്പോ ഇലക്ഷൻ നിൽക്കാത്ത ഒരാൾ ജയിക്കാൻ പാടും? വോട്ടില് ജയിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? ഒരാള് അധികാരം ഉപയോഗിച്ച് ബൂത്ത് പിടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ ജയിച്ചല്ലോ അയാള് എന്ന് പറയാൻ പറ്റില്ല. ബൂത്ത് പിടിച്ച് ജയിച്ചാൽ ജനാധിപത്യ വിരുദ്ധമാണ്. അല്ലെങ്കിൽ എതിരാളികളെ മുഴുവൻ, ഇപ്പൊ CPMന്റെ പല ബൂത്തുകളെ പറ്റി പറയാറുണ്ട്. അവിടെ ആളുകളെ അവർ അടിച്ചു കൊടുത്തു. ബൂത്ത് ഏജന്റ് ഉച്ച കഴിഞ്ഞാൽ ഉണ്ടാവില്ല എതിരാളികളുടെ. എന്നിട്ട് പിന്നെ അവർ വേണമെന്ന് കുത്തിയിടും. അങ്ങനെ ചെയ്യാറുണ്ടെന്ന് CPMനെ പറ്റി പലരും പരാതി പറഞ്ഞിട്ടുണ്ട്, ചില പാർട്ടി ഗ്രാമങ്ങളിൽ. അതൊന്നും ഇലക്ഷൻ ശരിക്കുള്ള ജയമല്ലല്ലോ. എന്നാലും ജയിച്ചു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ പറഞ്ഞ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടന്നുവോ ബംഗാളിൽ? അതാണ് ചോദ്യം. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ കോടതിയുടെ പ്രശ്നം. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചാൽ കോടതിക്ക് അതിൽ ഇടപെടില്ല. അത് നമ്മുടെ ഒരു കീഴ്വഴക്കമാണ്. ഇപ്പൊ നമ്മളൊരു സ്ഥാനാർത്ഥിയുടെ ഇത് ശരിയായില്ല, മറ്റു ശരിയായില്ല എന്നൊക്കെ നമ്മൾ കോടതി പോയാൽ കോടതിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. അപ്പൊ കോടതി അതുകൊണ്ട് പറയും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, ബാക്കി തെരഞ്ഞെടുപ്പ് കേസായിട്ട് വരാം. ഇപ്പൊ എത്ര തെരഞ്ഞെടുപ്പ് കേസുകൾ ബംഗാളിൽ വരുമെന്ന് ഇനി പറയാൻ പറ്റില്ല. ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ പ്രൊസീജിയർ തെറ്റായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഈ സ്ഥാനത്ത് തുടരുന്നതൊക്കെ ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളി. അത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഞാൻ എന്തിനാ അംഗീകരിക്കണേ? ഇപ്പൊ പല ഏകാധിപത്യ രാജ്യങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. പല ഏകാധിപത്യ രാജ്യങ്ങളിലും
തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഭരണാധികാരി ജയിക്കും. പക്ഷെ ലോകം ആ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കില്ല. കാരണം എന്താ? ആ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അക്രമം നടന്നിട്ടുണ്ട്, അഴിമതി നടന്നു. പല രാജ്യങ്ങൾ ഇപ്പോ മഡൂറോനെയൊക്കെ പുറത്താക്കിയത് അങ്ങനെയാണ്. മഡൂറോ അമേരിക്കയുടെ വാദം അതാണല്ലോ. അവിടെ തെരഞ്ഞെടുപ്പിൽ അയാൾ ജയിച്ചതാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ജയിച്ചതാണ് എന്നാണ് അമേരിക്കയുടെ വാദം. ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ജയിച്ചാൽ അയാൾക്ക് അർഹതയില്ല എന്നാണ് ജനാധിപത്യത്തിലെ നോംസ്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കേസിൽ ചിലർ തെരഞ്ഞെടുപ്പിൽ നിയമം തെറ്റിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവിടെ റദ്ദാക്കണം. കേരളത്തിൽ തന്നെ റദ്ദാക്കിയിട്ടുണ്ടല്ലോ പലരുടെയും, ഇന്ത്യയിലും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുണ്ട് ഇവിടെ. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അന്നത്തെ അലഹാബാദ് ഹൈക്കോടതി റദ്ദാക്കിയതാണ് അടിയന്തരാവസ്ഥയ്ക്കൊക്കെ കാരണം. കാരണം നിയമവിരുദ്ധമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജയിക്കുക എന്ന് പറയുന്നത് അത് ജയമായി നമ്മുടെ സംവിധാനം അംഗീകരിക്കുന്നില്ല. അതാ ഞാൻ എൻ്റെ വാദം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജയിച്ചിട്ടില്ല, നിങ്ങൾ തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതാണ് മമത എന്തിനാ ശ്രമിക്കണേ? മമത അവിടെ തുടരാനൊന്നുമല്ല ശ്രമിക്കണേ, മമത ഈ വിഷയം കൊണ്ടുവരാനാണ്. മമത അവിടെ തുടരുമ്പോൾ ഈ വിഷയം വരുമല്ലോ. തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായിരുന്നു, തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയിരുന്നു. അല്ല, ആ വാദം രാഷ്ട്രീയമായി കൊണ്ടുവരാനും നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് പോകാനുമാണ് മമത ശ്രമിക്കുന്നത്. ഇപ്പൊ മമതക്കെതിരായി വിജയം കാണില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വിജയം കാണുന്നില്ല. മമത CPM ഗവൺമെന്റ് മഹാഭൂരിപക്ഷത്തിലിരിക്കുന്ന കാലത്തല്ലേ. പക്ഷെ നമ്മള് BJPയുടെ ഒരു വളർച്ചയെ നമ്മൾ അതിശയിപ്പിക്കുന്നതല്ലേ? 3 സീറ്റ് ഉണ്ടായിരുന്നു. അല്ല, BJPയുടെ വളർച്ച വരുന്നതിന് ഇപ്പോ 203 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. സീറ്റിന്റെ എണ്ണത്തിൽ ഈ തട്ടിപ്പാണ്. ഈ സീറ്റിന്റെ എണ്ണം മുഴുവൻ ജയിച്ചൂടെ? ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല, സീറ്റിന്റെ എണ്ണം. പിന്നെ രണ്ടാമത്തെ കാര്യം, 90 മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് എവിടെയൊക്കെ അവിടെ എന്താ വോട്ട് നടന്നേക്കണേന്ന് നമുക്ക് എങ്ങനെ അറിയാം? ആരാ വോട്ട് ചെയ്തേക്കണെന്ന് എങ്ങനെ അറിയാം? ഇവിടെ വോട്ട് ഉണ്ടോന്ന് എങ്ങനെ അറിയാം? അതാണ് പ്രശ്നം. ഞാൻ പറയാം, അത് ആ മണ്ഡലങ്ങളിൽ തിരിച്ച് കണക്കൊക്കെ വന്നിട്ട് ഞാനിപ്പോ അതിന്റെ കണക്ക് ഇവിടെ പറയുന്നില്ല. ഏതൊക്കെ മണ്ഡലങ്ങളിൽ മമത ജയിച്ചു, സുവേന്ദു അധികാരി ആകട്ടെ പുറകെ നടന്ന് മമതയെ പരാജയപ്പെടുത്തുകയാണ്. അല്ല, സുവേന്ദു അധികാരി ഒക്കെ ചെയ്തത് മഹാ തെമ്മാടിത്തരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ബൂത്തിൽ പോയി മുദ്രാവാക്യം വിളിക്കുക, നിങ്ങൾ ബംഗ്ലാദേശി മുസ്ലിം ആണെന്ന് പറയുക, TMC. അല്ല, ഇന്നിപ്പം വീണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വിജയിച്ചിട്ടുള്ളത് ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ടാണ്, അതാ ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടില്ല. അല്ല, മുസ്ലിങ്ങൾ അത് അങ്ങനെയാണോ ഒരു ജനാധിപത്യത്തിൽ പറയുക? ഒരു ജനാധിപത്യത്തിൽ ഞാൻ ഇന്ന വിഭാഗത്തിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിക്കാർക്ക് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ ശരിയല്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസും UDFും ജയിച്ചു, ഞങ്ങൾ UDFിന് മാത്രമേ സഹായം ചെയ്യൂ, LDFകാർക്ക് ചെയ്യില്ല. കാരണം അവർക്ക് 30-35 ലക്ഷം വോട്ടിന്റെ കൂടുതലുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുമോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ പേരിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുക. അവിടെയാണ് BJP ജയിച്ചത്. എന്താ വെച്ചാൽ മമതയ്ക്ക് പ്രതിപക്ഷം CPMോ കോൺഗ്രസോ ആവുന്നില്ല. അപ്പൊ ഒരു പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷം ആര് എന്ന ചോദ്യത്തിനാണ് BJP വന്നത്. അവരെല്ലാ സന്നാഹങ്ങളും വന്നു. പിന്നെ വർഗീയമായി വലിയ തോതിലുള്ള ധ്രുവീകരണം നാട്ടിൽ നടത്തി, തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തി, രാജ്യരക്ഷ തുടങ്ങിയ വലിയ പ്രയോഗങ്ങളാണ്. രാജ്യരക്ഷയ്ക്ക് എത്ര കാലം മാത്രമല്ല അമിത്ഷയും നരേന്ദ്രമോദിയും ക്യാമ്പ് അത് ഇതാണെന്ന്. രാജ്യരക്ഷ, വർഗീയത, ഇത് ഒരു വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് എത്ര കാലം നിൽക്കും? എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോവുക? അപ്പൊ മമതയെ സംബന്ധിച്ചിടത്തോളം ആ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് മമത സമരം ചെയ്യുന്നത്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫെയർ അല്ല, ഫ്രീ അല്ല. അതുകൊണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുമ്പ് മമതയുടെ കാലത്തും ഫെയർ ആയിരുന്നു. ഒരുപാട് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടും ഈ പറയുന്ന പോലെ ഷാജഹാൻ ഷെയ്ഖിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചെയ്യുന്നു ഞാൻ പറയുന്നില്ല. CPM എങ്ങനെയാണോ മുമ്പ് ചെയ്തിരുന്നത് അത് തന്നെയല്ലായിരുന്നു മമത ചെയ്തു. പക്ഷെ ഇപ്പൊ BJP എന്നത് ഭരണാധികാരം ഉപയോഗിച്ചിട്ടാണ്. രണ്ടിന് വ്യത്യാസമുണ്ട്. നിങ്ങളൊരു കേന്ദ്ര ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടപെടുകയാണ് തെരഞ്ഞെടുപ്പിൽ. നേരെ മറിച്ച് ഇപ്പോ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും കൂടി ചെയ്യുന്നത് ശരിയല്ല, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം, ഭരണഘടന അംഗീകരിക്കുന്ന ഒരു ഭരണഘടന ലംഘനം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. ഈ സുവേന്ദു അധികാരിയുടെ ഡയലോഗൊക്കെ അടക്കം ഭരണഘടനാ ലംഘനമാണ്, അയാളൊരു മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യനായ ആളെയല്ല.